ഈ 9-ാം വർണ്ണകത്തിൽ ആത്മാവ് അവസ്ഥാത്രയ സാക്ഷിത്വം പറയപ്പെടുന്നു. ആത്മാവിൽ മനസ്സ് സത്വരജസ്തമോ ഗുണസ്വരൂപമായിരുന്നാലും സത്വഗുണം അതിൻ്റെ പ്രധാന ഗുണമാണ്. ഈ സത്വഗുണം മനസ്സിലാണ് ആത്മാവ് അറിയത്തക്കവനായിരിക്കുന്നത്. രാജസ താമസ ഗുണങ്ങളാൽ അറിയാൻ കഴിയില്ല. അവയിൽ സത്വഗുണം സൂക്ഷ്മമായത്, രജോ ഗുണം ചഞ്ചലമായത്, തമോ ഗുണം സ്ഥൂലമായത്. രജോ ഗുണം തമോ ഗുണം മനസ്സിനാൽ ആത്മദർശനം ഉണ്ടാകുകയില്ല എന്നർത്ഥം. ആകയാൽ ആത്മാവിന് അവസ്ഥാത്രയ സാക്ഷിത്വം എങ്ങനെയെന്നാൽ ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ എന്ന അവസ്ഥകൾ 3. അവയിൽ എല്ലാ ഇന്ദ്രിയങ്ങളാലും വെളിവിഷയങ്ങളെ അറിയുന്നതാണ് ജാഗ്രത അവസ്ഥ. ജാഗ്രവാസനയാൽ അന്ധക്കരണം ഭോക്തൃഭോഗ്യം മുതലായ രൂപമായി പരിണമിക്കുന്നത് തന്നെ സ്വപ്നാവസ്ഥ. സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചങ്ങളിലെ കാരണമായ അജ്ഞാനത്തിൽ ലയമടഞ്ഞ ശേഷം സാക്ഷിക്ക് മാത്രം അറിയാൻ സാധിക്കുന്ന അജ്ഞാനം മാത്രമായിരിക്കുന്നതാണ് സുഷുപ്തി അവസ്ഥ. ഈ അവസ്ഥാത്രയ സാക്ഷിത്വം ആത്മാവിൽ എങ്ങനെയെന്നാൽ ആത്മാവിൽ സാക്ഷിത്വ ലക്ഷണം ഇരിക്കുന്നു. അതായത് ലോകത്തിൽ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെയും അവൻ്റെ അവസ്ഥയെയും ആ അവസ്ഥയിലുള്ള വ്യാപാരങ്ങളെയും താൻ വികാരമടയാതെ ഇരുന്നു കൊണ്ട് നേരായി നോക്കുന്നത് തന്നെ സാക്ഷിത്വമെന്ന് പറയപ്പെടുന്നു. പ്രപഞ്ച വ്യാപാരങ്ങൾ മുഴുവനും വിട്ട് ഒന്നിലും പറ്റില്ലാതെ ഇരിക്കുന്നതായ തൂഷ്ണീം അവസ്ഥയിലുള്ളവനായിരിക്കുന്ന സന്യാസി അവൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന പുരുഷനെയും അവൻ്റെ അവസ്ഥയെയും അവൻ്റെ വ്യാപാരങ്ങളെയും വികാരമില്ലാതെ നേരായി പാർപ്പത് തന്നെ സാക്ഷിത്വമെന്ന് ചൊല്ലപ്പെടുന്നത്. ആത്മാവും ജീവന്മാരുടെ അവസ്ഥാത്രയത്തെയും അവസ്ഥാത്രയ വ്യാപാരങ്ങളെയും അവസ്ഥാത്രയിൽ അനുഭവിക്കുന്ന ജീവന്മാരെയും നേരായി പാർത്താലും വികാരമില്ലാതെ തന്നെ ഇരിക്കുന്നു. ഈ സാക്ഷിത്വത്തിൻ്റെ ദൃഷ്ടാന്തം നമ്മൾ ഈ സാക്ഷി സ്വരൂപമായിട്ടാണ് നാം ഇരിക്കുന്നത്. പക്ഷേ നമുക്കതിനെ ഉണരാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അതൊരു സ്വാഭാവിക നിലയാണ്. ആ സ്വാഭാവിക നിലയെ നമുക്ക് ഒന്ന് അനങ്ങി ഒന്ന് ചലിക്കുകയൊക്കെ ചെയ്താലേ അറിയാൻ പറ്റും. ഘനമായിട്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഇതിൻ്റെ പുറകെ. ഇതിനെയാണ് സാക്ഷിത്വമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിച്ചാൽ തന്നെ ഇയാൾ സമാധിയിലായിപ്പോയി. കാണാൻ പറ്റില്ല. എങ്ങനെയാണ് കാണുന്നത്? വേദചക്ഷു കൊണ്ടാണ് കാണുന്നത്. അതായത് നമ്മൾ വേദത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു വിവേകത്തോടു കൂടി ഇതിനെ നോക്കുകയാണ്. നമ്മൾ ഒരു അറിവ് കൊണ്ട് തന്നെയാണ് നോക്കുന്നത്. കണ്ണുകൊണ്ട്, വേറെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നുമല്ല നോക്കുന്നത്. അറിവ് കൊണ്ട് തന്നെയാണ് ഇതിനെ നോക്കുന്നത്. ഇങ്ങനെ അറിവ് കൊണ്ട് ഇതിനെ നോക്കി അറിവ് കൊണ്ട് ഇതിനെ സമീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇന്ദ്രിയങ്ങൾക്കെല്ലാം അറിവുണ്ട്. അതെല്ലാം ഇതിൻ്റെ ക്ലിപ്ത അറിവുകളാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫിക്സഡ് അറിവുകളാണ്. ഇതങ്ങനെയല്ല, ഇതൊരു അനന്ത അറിവാണിത്. മനസ്സിലായില്ല? തൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് അളന്നറിയാൻ പറ്റാത്ത ഒരു അറിവാണ്. മഹത്തുക്കൾ ചിലർ പറഞ്ഞിട്ടുണ്ട്, സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ല? എന്നുവെച്ചാൽ ഘനീഭവിച്ച ഒരു ബോധമാണ്. ഇതാണ് വാസ്തവത്തിൽ എല്ലാത്തിൻ്റെയും പുറകെ. ഇതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. ഈ സ്വരൂപത്തെ ഉണരാൻ സാധിക്കുന്നില്ലാതെ ഇരിക്കുന്ന നിലയാണ് അജ്ഞാനം. ഉണരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിനെ ഉണരണമെങ്കിൽ അതിൻ്റെ പരിജ്ഞാനം വേണം, അതിൻ്റെ വശങ്ങൾ വേണം, സൂത്രങ്ങൾ വേണം. ബ്രഹ്മസൂത്രമൊക്കെ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. സൂത്രം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് പറഞ്ഞില്ലേ, സൂത്രം എന്ന് വെച്ചാൽ അർത്ഥം എന്തിനാണ്? ഒരു വശമാണ്. ഒരു വശത്തിന് ഇതിനെ അറിയാൻ പറ്റുള്ളൂ. ഇതിനെ ഡയറക്റ്റായിട്ട് ആരും അറിഞ്ഞവരില്ല, അങ്ങനെ അറിയാൻ പറ്റേയില്ല. കാരണം എന്താണ്? ഇത് തൻ്റെ സ്വരൂപമായിട്ടിരിക്കുന്നു. ഇതിനൊരു മാറ്റവും ഇല്ല. ഇതങ്ങനെ തന്നെ ഇരിക്കുന്നു. ജാഗ്രതാവസ്ഥ വന്നിട്ട് പോകും, സ്വപ്നാവസ്ഥ വന്നിട്ട് പോകും, സുഷുപ്തിയാവസ്ഥ വന്നിട്ട് പോകും. ഇത് ഏതിലാണ് വന്നിട്ട് പോണത്? ഇതിലാണ്, എൻ്റെ ആ സ്വരൂപത്തിലാണ് വന്നിട്ട് പോകുന്നത്. ഇതാണ് അവർ നമ്മളെ ഉണർത്തുന്നത്. ഇതിൻ്റെ പ്രയോജനം എന്താണ്? തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഈ ജാഗ്രതമല്ല, സ്വപ്നമല്ല, സുഷുപ്തിയല്ല. അല്ലെങ്കിൽ അതിൽ ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ കാണുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ്. അതുമല്ല. ഇതിനെല്ലാം അപ്പാൽപ്പെട്ട് ഇത് ഏതിലാണോ ഒതുക്കി ഒടുങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. ഈ സ്വരൂപത്തെ ധരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ധരിച്ച് ഇങ്ങനെ പഴകി വരുന്നവരെയാണ് ബ്രഹ്മനിഷ്ഠന്മാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മനിഷ്ഠന്മാർക്കാണിത് അനുഭവത്തിൽ വരുന്നത്. അങ്ങനെ എത്ര പെട്ടെന്നൊന്നും വരില്ല. മനസ്സിൽ എന്തെങ്കിലും കാപട്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരില്ല. കപടയതിക്കു കരസ്ഥമാകുകയില്ലെന്ന് ഉപനിഷസൂക്തി രഹസ്യമോർത്തിൻ്റെയാണ്. എന്തെങ്കിലും ഒരു കാപട്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഡിപ്ലോമസിയാണ്. കാപട്യമായിട്ട് ഡിപ്ലോമസി. ഇപ്പം നമ്മളെന്താണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമസിയാണ്, അല്ലേ?
ചിലരോട് നമ്മൾ ഓ ചേച്ചി എന്ത് നല്ല ചേച്ചിയെ കണ്ടപ്പോൾ എന്ത് രസമായിരിക്കും, കാണാൻ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, എന്തിനാണ് പറഞ്ഞതെന്നറിയാം, എന്തോ ഒരു കാര്യം സാധിക്കാനാണ്. അപ്പം ഈ രൂപത്തിൽ കാമ്യമായിട്ട് എന്തെങ്കിലും സാധിച്ചെടുക്കാനായിട്ട് മാത്രമേ ഈ ലോകം ചലിക്കുകയുള്ളൂ. ഇതിനെ വിടുക, ഇതാണ് ഡിപ്ലോമസി. ഈ ഡിപ്ലോമസി വിട്ട് കഴിഞ്ഞാൽ ഒരു സ്വാഭാവികതയുണ്ട്. ആ സ്വാഭാവികതയിലേക്ക് നമ്മൾ വന്നുചേരണം. അത് നാച്ചുറലാണ്. ഒന്നിലും ഒരു കാപട്യമില്ലാതെ ഇങ്ങനെ നിന്ന് പോകുന്നവരെയാണ് സന്യാസിമാരെന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ മഹത്തുക്കൾ? കണ്ടിട്ടില്ലേ? അവർക്ക് പറഞ്ഞ കണക്ക് അവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർക്ക് വേറെ ഒന്നുമില്ല. അവർക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് യാതൊരു വെച്ചുകെട്ടുമില്ല. അവരുള്ളതുപോലെ അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. ഇപ്പോഴുള്ളത് അങ്ങനെയാണ്. വേറെ ഒന്നും തന്നെ ഇല്ല. കാരണം എന്താണ്? അവർ തൻ്റെ സ്വരൂപത്തെ അറിഞ്ഞുപോയി. പിന്നെ അവർക്കിനി നേടാനായിട്ട് ലോകത്തിൽ ഒരു കാര്യവും നേടത്തക്കതായിട്ടില്ല. ഏതിനെ അറിഞ്ഞാൽ എല്ലാം നേടിയതായിട്ടുണ്ടോ അതിനെ അറിഞ്ഞവരാണ് ഇവർ. ഏതൊന്നിനെ അറിഞ്ഞാൽ സകലതും അറിഞ്ഞതായിട്ടുണ്ടോ അതിനെ അറിഞ്ഞവരാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം എന്താ പറയും, പൂർണ്ണരാണ്. അവരെ സംബന്ധിച്ച് ഇനി ഒന്നിൻ്റെ അപേക്ഷയില്ല. സ്വാമിക്ക് ഇതാ അവിടെ ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു. സ്വാമി നമ്മുടെ ഗുരുദേവനെ സമീപിച്ചൊരിക്കുക കുറേ ആൾക്കാർ. എന്താണ് സമീപിച്ചതെന്ന് ചോദിച്ചാൽ, അവർ കുടുംബത്തിൽ അനർത്ഥം, മരണം, അനർത്ഥം, ബഹളം. അപ്പോൾ ഇവർ പോയി പ്രശ്നം വെച്ചു, കബഡി നിരത്തി പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു, ഇതൊരു പൂർവ്വ ജന്മത്തിലെ ഉള്ള ഒരു ശാപമാണ് ഇതിന് കാരണം. നിങ്ങളിതിന് ഒരു പരിഹാരമേ ഉള്ളൂ. ഒരു ജ്ഞാനിക്ക് ഈ എന്തെങ്കിലും വലിയ ബൃഹത്തായ എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവർ തിരക്കി നടന്നപ്പോഴാണ് ആരോ പറഞ്ഞു കൊടുത്തു, നമ്മുടെ സന്നിധാനത്തിൽ കണ്ടുകൂടാത്തൊരു സ്വാമിയുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കാൻ പറഞ്ഞു. എന്തിനാണ് കൊണ്ടുപോകുന്നത്? പാവശക്തി. അവർക്കൊക്കെ ആഗ്രഹം അറിയാവും. അപ്പോൾ സ്വാമി വന്ന് ചോദിച്ചു, സ്വാമി ഞങ്ങൾക്ക് കുറച്ച് വസ്തുക്കളുണ്ട്, അത് അങ്ങേക്ക് സമർപ്പിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാമി വെച്ച് എന്തിനാണോ എനിക്കെന്ന് ചോദിച്ചു. എല്ലാം ഉപേക്ഷിച്ച് ഈശ്വര ദൈവമേ എന്ന് വിളിച്ച് കഴിയുന്നത് എനിക്ക് എന്തിനാണോ ഇതൊക്കെ? ഇനി ഇതിനെ പോയി പരിപാലിക്കാനും ഇതിനെ നിലനിർത്താനും ഉള്ള ആരോഗ്യവും ഇല്ല, അതിന് ഒരു താല്പര്യവും ഇല്ല, പിന്നെ എനിക്കെന്തിനാണോ ഇതൊക്കെ ചോദിച്ചു. പറഞ്ഞാൽ മനസ്സിലായോ? ഇത് അവരെന്തിനാണ് ചെയ്തത്? ഈ അനർത്ഥം മാറാനായിട്ട് ഒരു ജ്ഞാനിക്കിത് സംഭാവന കൊടുക്കാൻ പറഞ്ഞു, തീരെഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർ വന്നിരിക്കുന്നത്. അവസാനം അങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അവർക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞു. ഒരു വിഷയത്തിൽ നമുക്ക് താല്പര്യം ഉണ്ടാവാൻ കാരണം അത് കിട്ടിയാൽ എന്തോ സുഖം ഉണ്ടാവും എന്നുള്ളതല്ലേ. ഇതെല്ലാം കൂടെ അങ്ങോട്ട് ലാർജ് സ്കെയിലിൽ വന്ന മഹത്തുക്കളെ പറ്റി എന്തു പറയാനോ, ആർക്കെന്ത് പറയാൻ പറ്റും? അത്ര ഇതാണ്. അത് ആ രൂപത്തിലേക്ക് നിറഞ്ഞുപോയി. അവർ പറഞ്ഞ പൂർണ്ണം എന്ന് പറഞ്ഞാൽ അവരെയാണ് പറഞ്ഞത്. പൂർണ്ണമതം പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമതി. പൂർണ്ണത്തിൽ നിന്നും എന്തെങ്കിലും എടുത്താലും പൂർണ്ണം തന്നെ, പൂർണ്ണത്തിൽ എന്തെങ്കിലും ചേർത്താലും പൂർണ്ണം തന്നെ. അങ്ങനെയുള്ള പൂർണ്ണമതികളാണ് അവരെല്ലാം. അവർക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതിവിടെ പറയാൻ കാരണം വേറൊന്നുമല്ല, സന്യാസി എന്നൊരു വാക്കുണ്ട് അല്ലേ. അങ്ങനെയുള്ള സന്യാസിമാരാണ് ഇതിനെ അടയുന്നത്. സന്യാസം എന്ന് പറഞ്ഞാൽ കാഷായ വസ്ത്രത്തിനെ അല്ല പറഞ്ഞത്. ഈ ലോക വസ്തുക്കളിൽ മേൽ ഇരിക്കുന്ന ഭ്രമത്തെ വിട്ടവരെയാണ് സന്യാസിമാർ. എല്ലാം വിദ്യയാണെന്ന് കണ്ട് എല്ലാം പരിത്യജിച്ച് പ്രാരബ്ധമായിട്ട് തനിക്ക് കിട്ടിയതിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ജീവിതം നയിച്ചു പോകുന്നവരൊക്കെ സന്യാസിമാരാണ്. അവർ തിരുമാനസ്വാമി കാഷായ ഉടുത്തു വെച്ച് ഇല്ലല്ലോ, ഒക്കെ സന്യാസിയാണ്. ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ഇതിൽ പ്രഥമമായി വേണ്ടത് ഈ ലോകവസ്തുക്കളിലിരിക്കുന്ന ഭ്രമം പോകണം. അത് സന്യാസം, അതിനെ പോകുന്നതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്. ഇതിന് പോയവരാണ്. അങ്ങനെ വിട്ടതോടുകൂടി അവർ എന്താണോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് അതിനെ അവർ അടഞ്ഞു. കാണാനൊന്നുമില്ല അവരെ സംബന്ധിച്ച്, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താണ് ഈ നിരൂപണങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, തൻ്റെ യഥാർത്ഥ സ്വരൂപം അലൗകികമായ ബ്രഹ്മമാണ്. ഇത് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പറഞ്ഞു ധരിപ്പിക്കാനോ പിന്നെ ഊഹിക്കാനോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അവർ പറയുന്നു അതിപ്പോൾ അറിയേണ്ടതല്ല, അത് നീയായിട്ടിരിക്കുന്നു, അത് നീ തന്നെ. പക്ഷേ ഇത് നീ അറിയുന്നില്ല, ഈ രഹസ്യത്തെ നീ അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു നിലയിൽ നീ അജ്ഞാനിയായിട്ടിരിക്കുന്നു. ഇതിൽ ജ്ഞാനമെന്ന് പറഞ്ഞാൽ അതിനും കരുതലാമലകം പോലെ അറിയിക്കുന്നു.
അതെങ്ങനെ ഒരു നിമിഷം കൊണ്ടൊന്നും അല്ല കേട്ടോ. ഇത് പതുക്കെ ഇങ്ങനെ ഈ രൂപത്തിലുള്ള ഒരു ജീവിതം ഇതിന് നയിച്ചാൽ അവർ പറയുന്നു ക്രമത്തിൽ ഈ അന്ധക്കരണ ശുദ്ധി വന്ന് ഈ ലോക വ്യാപാരങ്ങളെല്ലാം കുറച്ച് ക്ഷീണിച്ച് ഇയാൾക്ക് ആത്മജ്ഞാനം ഉണ്ടാവും. കുറച്ചൊക്കെ കാലം കൊണ്ട് പോകുമെന്ന് പറഞ്ഞില്ലേ, കുറേയൊക്കെ കാലം കൊണ്ട്. ഇത് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ കാൽപങ്ക് ഗുരുവിൽ നിന്ന് കിട്ടും, കാൽപങ്ക് തൻ്റെ യുക്തികളും മനനം കൊണ്ടും കിട്ടും, കാൽപങ്ക് സതീർത്ഥ്യന്മാരിൽ നിന്ന് കിട്ടും, കാൽപങ്ക് കാലം കൊണ്ട് കിട്ടും. കാലം എന്ന് വെച്ചാൽ ഇതിങ്ങനെ വാർത്തക്കൊക്കെ ആയി വരുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, അപ്പോൾ ഇത്ര തന്നെ മക്കളെന്ന് ഇങ്ങനെ ഇത്ര തന്നെ ഇതെല്ലാം ഇത്രയേ ഉള്ളൂ എന്ന് അറിയുന്നത് തന്നെ. അപ്പോൾ ഇതിനോടുള്ള പറ്റ് വിട്ടു സ്വതന്ത്രമായി അവർ ദുഃഖിക്കുകയല്ല ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ലോകത്തിൻ്റെ സ്വഭാവം, ഇതാണെന്ന് മനസ്സിലാക്കുക മാത്രമാണ് ചെയ്തത്. അതോടുകൂടി തന്നെ ഇവരുടെ മനസ്സ് ശുദ്ധമായി. ഈ ആത്മാവിലെ അവസ്ഥാത്രയ സാക്ഷ്യത്വം എങ്ങനെയെന്നാൽ ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തിയാവസ്ഥ എന്നും അവസ്ഥകൾ 3. അവയിൽ എല്ലാ ഇന്ദ്രിയങ്ങളാലും വെളിവിഷയങ്ങളെ അറിയുന്നതാണ് ജാഗ്രത അവസ്ഥ. ജാഗ്രത അവസ്ഥയുടെ വാസനയായ അന്ധക്കരണം ഭോക്തൃഭോഗ്യം മുതലായ രൂപമായി പരിണമിക്കുന്നത് തന്നെ സ്വപ്നാവസ്ഥ. സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചമെല്ലാം കാരണമായ അജ്ഞാനത്തിൽ ലയമടഞ്ഞ ശേഷം സാക്ഷിക്ക് മാത്രം അറിയാൻ സാധിക്കുന്ന അജ്ഞാനം മാത്രമായിരിക്കുന്നതാണ് സുഷുപ്തിയാവസ്ഥ. ഈ 3 അവസ്ഥയുടെയും പ്രകൃതമാണ് ഈ പറഞ്ഞത്. അല്ലെങ്കിൽ ജാഗ്രത അവസ്ഥയെപ്പറ്റി പറഞ്ഞത് എന്തിനാണ്? എല്ലാ ഇന്ദ്രിയങ്ങളാലും വെളിവിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ജാഗ്രത അവസ്ഥ. എല്ലാ ഇന്ദ്രിയങ്ങളാലും കണ്ണ്, മൂക്ക്, നാക്ക്, ഇതൊക്കെ ഇതെല്ലാം സജീവമായിട്ട് ഈ വെളിയിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നതിനാണ് ജാഗ്രത അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഈ ജാഗ്രത വാസന തന്നെയാണ് സ്വപ്നാവസ്ഥ. ഇതിൻ്റെ നല്ല ഒരു അംശം നമുക്ക് സ്വപ്നമായിട്ട് പോവുകയാണ്. അതിൻ്റെ സൂക്ഷ്മമായിട്ട് ഈ മനസ്സ് തന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി അത് സ്വപ്നമായിട്ട് കാണും. ഇത് രണ്ടും വിട്ട് അത് പറയണം. ഇത് കാരണമായ അജ്ഞാനത്തിൽ ലയമടയുന്നതാണ് സുഷുപ്തി അവസ്ഥ. ഈ രണ്ടും കാരണമായ അജ്ഞാനത്തിൽ, കാരണമായ അജ്ഞാനം തന്നെയാണ് സുഷുപ്തി. സുഷുപ്തിയാണ് കാരണാജ്ഞാനം എന്ന് പറയുന്നത്. ഈ സുഷുപ്തിയിൽ ഈ പറയുന്ന കാരണങ്ങളെല്ലാം പോയി ലയിച്ച് കളയും. അവിടെ പോയി ലയിച്ച് കളയും. അജ്ഞാനത്തിലാണ് ലയിക്കുന്നത്. ലയിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു നിലയാണ് സുഷുപ്ത്യാവസ്ഥ. അതായത് ലയമടഞ്ഞ ശേഷം സാക്ഷിക്ക് മാത്രം അറിയാൻ സാധിക്കുന്ന അജ്ഞാനം മാത്രമായി ഇരിക്കുന്നതാണ് സുഷുപ്തി. ഈ അവസ്ഥാത്രയ സാക്ഷിത്വം ആത്മാവിന് എങ്ങനെയെന്നാൽ ആത്മാവിൽ സാക്ഷി ലക്ഷണം ഇരിക്കുന്നു. അത് ഈ സാക്ഷി ലക്ഷണത്തിന് ഒന്ന് ചെറിയ ഒരു ഉദാഹരണം പറയാൻ പോവുകയാണ്. എന്താണ് ഈ സാക്ഷി ലക്ഷണം? സാക്ഷിത്വം എങ്ങനെയാണ് നമ്മിൽ ഇരിക്കുന്നതെന്ന് അവർ പറയണം. അതായത് ലോകത്തിൽ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെയും അവൻ്റെ അവസ്ഥയെയും അവൻ്റെ അവസ്ഥയിലുള്ള വ്യാപാരങ്ങളെയും താൻ വികാരം അടയാതെ ഇരുന്നു കൊണ്ട് നേരായി നോക്കുന്നത് തന്നെ സാക്ഷിത്വം എന്ന് പറയുന്നു. ഈ സാക്ഷി ലക്ഷണം നമുക്ക് ലോക വസ്തുക്കളിൽ മേലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അവിടെ ഒരു വെള്ളം കയറി അവിടെ കുറേ വീട് വലിച്ചു പോയത് നിർവികാരമായിട്ട് അത് നോക്കൂലേ, അറിയില്ലേ? നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, നമുക്കിൽ സങ്കടമുണ്ടോ? ഒന്നും ഉണ്ടായിരിക്കാം, പക്ഷെ ഒന്നും നമ്മളെ സ്പർശിക്കുന്നില്ല. ഈ രൂപത്തിൽ അന്യകാര്യങ്ങളിലൊക്കെ നമ്മൾ സാക്ഷിത്വ രൂപം നമുക്ക് നമ്മളിലുണ്ട്. പക്ഷെ സ്വന്തം കാര്യങ്ങൾ വരും, മകൾ അല്ലെങ്കിൽ ആ പറയുന്ന തൻ്റെ വസ്തു, ഇത് വരുമ്പോൾ ഇത് കെട്ടും. ഈ സാക്ഷിത്വമല്ല, അവിടെ വികാരം അടഞ്ഞിട്ട് വേറൊരു രൂപമാണ് അവിടെ വരുന്നത്. ഇതിനെയാണ് അവർ പറയുന്നത്. ഈ സാക്ഷിത്വം ഈ ആത്മാവിൽ ഇതിലിരിക്കുന്നു. എങ്ങനെയാണ് ആ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പുരുഷൻ ലോകത്തിലൊരു പുരുഷൻ മറ്റൊരു പുരുഷനെയും അവൻ്റെ അവസ്ഥയെയും അവൻ്റെ അവസ്ഥയിലുള്ള വ്യാപാരങ്ങളെയും നിർവികാരമായിരുന്നു കൊണ്ട് നേരായി പാർക്കുന്നത് തന്നെ സാക്ഷിത്വം. ഇങ്ങനെയാണ് സാക്ഷിത്വം. ഈ സാക്ഷിത്വം നമ്മളിൽ ഇരിക്കുന്നു, പ്രകടമായി അതാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ജീവസങ്കല്പം, ജീവ അതിന് പറയുന്നത് എന്താണ്? ഈശ്വരനും ഒരു സൃഷ്ടി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ജീവനും പോയ ഒരു സൃഷ്ടി ചെയ്തിട്ടുണ്ട്. ഈശ്വര സൃഷ്ടിയാണ് ഈ പറയുന്ന ഈ ഭൂതഭൗതിക പ്രപഞ്ചം. ജീവൻ്റെ സൃഷ്ടി അതല്ല. ജീവനും ചെയ്തിട്ടുണ്ട് ഒരു സൃഷ്ടി. അത് ഞാനെന്നും എൻ്റെതെന്നും വരുന്ന രൂപത്തിൽ അഹന്തയാം അഭിമാനങ്ങൾ, കോപങ്ങൾ, ആശയങ്ങൾ, ഇതെല്ലാം ജീവസൃഷ്ടി. ഇതാണ് ജീവസൃഷ്ടി. ഈശ്വര സൃഷ്ടി ആരെയും ഉപദ്രവിക്കുന്നില്ല.
പക്ഷെ ജീവൻ്റെ സൃഷ്ടി ജീവനെ തന്നെ ഉപദ്രവിക്കും. ഇതാ അപ്പോൾ അവർ പറയുന്നു, ഈ ഈശ്വര സൃഷ്ടിയിൽ നമുക്ക് ഈ ജീവൻ ഒരു കേടും വരുന്നില്ല. ഈ ജീവന് ലോകത്ത് എന്തെല്ലാം സംഭവിക്കുന്നു. ഇപ്പോൾ അവിടെ തന്നെ ഒരു രാജ്യം കത്തിയില്ലേ, അതിൻ്റെ മുസ്ലിങ്ങളുടെ രാജ്യമൊക്കെ കത്തിപ്പോയില്ല. അത് വെച്ചാൽ വേറെ ആക്രമണങ്ങളും നമുക്കൊന്നുമില്ല. നമ്മൾ വിചാരിക്കും അയ്യോ കഷ്ടമായിപ്പോയി എന്നൊക്കെ പറയില്ലേ ഉള്ളൂ. ഒരു വികാരം എവിടെയാ നമ്മൾ പറയില്ലേ. ഇത് തന്നെയാണ് സാക്ഷിത്വം. ഇത് എല്ലാത്തിലും വെച്ചുകൊള്ളുന്നത്. ആത്മാവെന്ന് പറയുന്നത് ഇത് സ്ഥിരമായി സാക്ഷിരൂപമായിട്ട് ഇതിലിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പ്രകൃതം. പക്ഷേ ഇതിൽ എങ്ങനെയാണോ ഒരു അഹങ്കാരി കയറി വന്നിട്ട് ഈ വേലകൾ ചെയ്യുന്നതെന്നുള്ളതാണ് ആർക്കും അറിഞ്ഞുകൂടാത്തത്. ഇതിനെയാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കാറുള്ളത്. ഇവൻ അത് പറഞ്ഞില്ലേ, അവൻ ഇത് ഇടയ്ക്ക് ഈ കടന്നു വരുന്ന ഇവൻ ആരെന്ന് നോക്കണം. എന്നിട്ട് അവൻ ശരിക്കും പറഞ്ഞ മായികനായ ഒരു ജീവനാണ്. അതാണ് ഇതിൻ്റെ. പക്ഷെ അത് അങ്ങനെ വന്നാലും അതിന് സാക്ഷിയായിട്ട് താൻ ആത്മാവ് അതിൽ വർത്തിക്കുന്നു. എല്ലാത്തിനും സാക്ഷിത്വം, എപ്പോഴും സാക്ഷിത്വം. ഇതാണ് ആത്മാവിൻ്റെ ഒരു പ്രധാന ലക്ഷണം. പ്രപഞ്ച വ്യാപാരങ്ങൾ മുഴുവനും വിട്ട് ഒന്നിലും പറ്റില്ലാതെ ഇരിക്കുന്നതായ തൂഷ്ണീം അവസ്ഥയിലുള്ളവനായിരിക്കുന്ന സന്യാസി, അവൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന പുരുഷനെയും അവൻ്റെ അവസ്ഥയെയും അവൻ്റെ വ്യാപാരങ്ങളെയും വികാരമില്ലാതെ നേരായി പാർപ്പത് താൻ സാക്ഷിത്വമെന്ന് ചൊല്ലപ്പെടുന്നത് ആത്മാവും ജീവന്മാരുടെ അവസ്ഥാത്രയത്തെയും അവസ്ഥാത്രയ വ്യാപാരങ്ങളെയും അവസ്ഥയെ അഭിമാനിക്കുന്ന ജീവന്മാരെയും നേരായി പാർത്താലും വികാരമില്ലാതെ തന്നെ ഇരിക്കുന്നു. ഈ സാക്ഷിത്വത്തിന് ദൃഷ്ടാന്തം പറയാൻ പോവുകയാണ്. ഒരു വലിയ പട്ടണത്തിന് തുല്യമായ ജാഗ്രത അവസ്ഥ, അതിനുള്ളിലിരിക്കുന്ന പ്രകാരം ഉപ്പരികை പോലെ സുഷുപ്ത്യാവസ്ഥ, ആ മൂന്നിടങ്ങൾക്കും അഭിമാനിയായ രാജാവിനെ പോലെ അവസ്ഥാത്രയങ്ങൾക്കും അഭിമാനിയായ ജീവൻ. ആ രാജാവ് കോട്ടയ്ക്ക് വെളിയിൽ ചെന്ന് പ്രിയാപ്രിയങ്ങളെ അനുഭവിച്ച് സന്തോഷത്തെയും വ്യസനത്തെയും അടഞ്ഞ് കോട്ട കടന്നുകൊണ്ട് പിന്നീട് ഉപ്പരികയിൽ വന്ന് എല്ലാ വ്യാപാരങ്ങളെയും വിട്ട് വ്യാപാരമറ്റതായ തൂഷ്ണീം അവസ്ഥയെ അടഞ്ഞ് സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവനെപ്പോലെ ജീവാത്മാവും സ്ഥൂല ശരീരാഭിമാനിയായി ജാഗ്രത അവസ്ഥയിൽ മൂന്നുവിധ കരണങ്ങളോട് വ്യാപാരത്തോട് കൂടിയവനായിക്കൊണ്ട് വിശ്വൻ എന്ന പേരടഞ്ഞ് പിന്നീട് സൂക്ഷ്മ ശരീരാഭിമാനിയായി സ്വപ്നാവസ്ഥയിൽ മനോമയമായ മൂന്നുവിധ കരണങ്ങളോടും ഗുണദോഷ വ്യാപാരത്തോട് കൂടിയവനായിക്കൊണ്ട് തൈജസ്സൻ എന്ന പേരടഞ്ഞു പിന്നീട് കാരണശരീരാഭിമാനിയായ സുഷിത്യാവസ്ഥയിൽ ത്രിവിധ കരണങ്ങളെ അടക്കിക്കൊണ്ട് പ്രാജ്ഞൻ എന്ന പേരടഞ്ഞ് നിത്യാനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആത്മാവ് കൂടസ്ഥനായും ആകാശം പോലെ ഒട്ടാത്തവനായും മൂന്നവസ്ഥകളിലും പ്രത്യക്ഷ ചൈതന്യ സാക്ഷിരൂപമായും ഇരിക്കുന്നു എന്ന് ശ്രുതി യുക്തി അനുഭവങ്ങളാൽ അറിഞ്ഞുകൊള്ളേണ്ടതാകുന്നു. ഇതാണ് ഒരു രൂപം. എങ്ങനെയാണ് ഇതിൽ ഈ ആത്മാവ് ഇതിൽ വർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ജാഗ്രത അവസ്ഥയിൽ മൂന്നുവിധ കരണങ്ങളോട് വ്യാപാരത്തോട് കൂടിയവനായിക്കൊണ്ട് വിശ്വൻ എന്ന പേരടഞ്ഞ്, ഈ ആത്മാവ് തന്നെയാണ് വിശ്വൻ എന്ന പേരടഞ്ഞ് ജാഗ്രത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കണം. സമുദ്രം തന്നെയാണ് തിരയായിട്ട് നിൽക്കുന്നത്. വാസ്തവത്തിൽ അന്യമായ ഒന്നുമില്ല, ഉള്ളത് ഇത് തന്നെയാണ്. പക്ഷേ അത് നാമരൂപങ്ങളെ കൈക്കൊണ്ട് ഇത് വേറൊരു ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് തോന്നുകയാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല, ആത്മാ തന്നെയാണ് ഇതെല്ലാമായിട്ടിരിക്കുന്നത്. പറയുന്നു, ജാഗ്രത അവസ്ഥയിൽ മൂന്നുവിധ കരണങ്ങളോട് വ്യാപാരത്തോട് കൂടിയവനായിക്കൊണ്ട് വിശ്വൻ എന്ന പേരടഞ്ഞ് പിന്നീട് സൂക്ഷ്മ ശരീര അഭിമാനിയായി സ്വപ്നാവസ്ഥയിൽ മനോമയമായ മൂന്നുവിധ കരണങ്ങളോട് ഗുണദോഷ വ്യാപാരത്തോട് കൂടിയവനായിക്കൊണ്ട് തൈജസ്സൻ എന്ന പേരടഞ്ഞും പിന്നീട് കാരണശരീരാഭിമാനിയായി സുഷുപ്ത്യാവസ്ഥയിൽ ത്രിവിധ കരണങ്ങളെ അടക്കിക്കൊണ്ട് പ്രാജ്ഞൻ എന്ന പേരടഞ്ഞും നിത്യാനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആത്മാവ് കൂടസ്ഥനായും ആകാശം പോലെ ഒട്ടാത്തവനായും മൂന്നവസ്ഥകളിലും പ്രത്യക്ഷ ചൈതന്യ സാക്ഷി രൂപമായി ഇരിക്കുന്നു എന്ന് ശ്രുതി യുക്തി അനുഭവങ്ങളാൽ അറിഞ്ഞുകൊള്ളേണ്ടതാകുന്നു. നമ്മൾ ചെയ്യാനുള്ളത് ഈ ആത്മാ തന്നെ ഈ രൂപത്തിൽ ഇരിക്കുന്നതിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇതിലെല്ലാത്തിലും ആ ചൈതന്യ വിശേഷമായിരിക്കുന്നതിനെ തിരിച്ചറിയണം. അതെങ്ങനെ അറിയണം? ശ്രുതി പറഞ്ഞതിൽ നിന്നും നമുക്കറിയാം അല്ലേ? അതുപോലെ യുക്തികളെ കൊണ്ടും അറിയണം. ശ്രുതി യുക്തി അനുഭവങ്ങളെ കൊണ്ട് ഇതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിലയാണ് ഇതിൽ അഭ്യാസമായിട്ടിരിക്കുന്നത്.
പറയണം. മൂന്നവസ്ഥകളിൽ പ്രത്യേക ചൈതന്യ സാക്ഷിരൂപമായിരിക്കുന്നു എന്ന് ശ്രുതി യുക്തി അനുഭവങ്ങളാൽ അറിഞ്ഞുകൊള്ളേണ്ടതാകുന്നു. ഇങ്ങനെ അറിഞ്ഞുകൊള്ളുന്നു. വേദശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്, വേറൊന്നുമല്ല. എന്ത് പറഞ്ഞിരിക്കുന്നു? നമ്മൾ മനുഷ്യരെല്ലാം അനാദിയായിട്ട് ദുഃഖത്തിലകപ്പെട്ടവരാണ്. ഇതിൽ നിന്ന് കരകയറണം എന്നുള്ള ആഗ്രഹം ഇവർക്കുണ്ട്. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പോൾ അറിയത്തക്ക വിധത്തിൽ നമ്മൾ ഈ ജീവിതത്തെ ഇങ്ങനെയെല്ലാം നയിച്ച് സുഖമായി ഇരിക്കാനായിട്ട് നമ്മൾ പ്രയത്നിക്കുക തന്നെയാണ്. ഇത് പറയുന്നു അങ്ങനെയൊന്നും ഈ പറയുന്ന ആനന്ദമായിട്ട് സുഖമായിട്ട് ഇതിലിരിക്കാൻ പറ്റില്ല. ദുഃഖത്തിൽ തന്നെ എപ്പോഴും ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിൽ നിന്ന് കരകയറാൻ ഒരേ ഒരു ഉപായമേ ഉള്ളൂ. ഭഗവാന്റെ ചരണം, ഭഗവത് പാദത്തെ ആശ്രയിക്കുക. വേദം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രചനയാണ്. ഇത് തന്നെയാണ് പാദം. ഇതിനെ പിടിച്ചുകൊണ്ട് ഒരാൾക്ക് നല്ല വിവേകത്തോടു കൂടി ചിന്തിച്ച് മുക്തി അടയാം. എന്നുവെച്ചാൽ എന്താണ് നമ്മുടെ ഉദ്ദേശം, ജീവിത ഉദ്ദേശം എന്ന് വെച്ചാൽ സർവ്വദുഃഖ നിവൃത്തി പരമാനന്ദ പ്രാപ്തിയുമാണ് നമ്മുടെ ജീവൻ്റെ യഥാർത്ഥ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യം മറന്നു പോകാൻ കാരണം ഈ മായയിൽ ഇങ്ങനെ ഭ്രമിച്ചിരിക്കുകയാണ്. മായ എന്ന് പറഞ്ഞാൽ ഇതിനെ മറപ്പിക്കുന്ന ഒരു ഹിപ്നോട്ടിസമാണ് ഈ മായ എന്ന് പറയുന്നത്. ഇതിൽ കാണുന്ന കാഴ്ചകൾ, ഇതിൽ അവരിങ്ങനെ ചെയ്തു ഇവരങ്ങനെ ചെയ്തു എല്ലാം നോക്കിക്കൊണ്ട് നടന്ന് നമ്മൾ തന്നെ നമ്മളെ മറന്ന് ഒരുമാതിരി ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ് ഇപ്പം എല്ലാവരും. പറയുന്നു ഇതിൽ നിന്ന് അതിനെയൊക്കെ വിടാൻ പറഞ്ഞു. ആ ഭ്രമൊക്കെ കേവല ഭ്രമങ്ങളാണ്, അതിൽ കഥയില്ല. ജീവിതം അങ്ങനെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ദുഃഖപൂർണ്ണമാണ്. ഇത് സുഖമെന്ന് പറഞ്ഞതില്ല. സുഖം ആത്മാവിൻ്റെ ഒരു സ്വരൂപമാണ്. അതുകൊണ്ടാണ് ആ ഈശ്വരനിൽ ചേർന്നാലേ ആ സുഖം ഇതിലുണ്ടാവും, ശാശ്വതമായ സുഖം. അങ്ങനെ ആനന്ദം എന്നാണ് പറയുന്നത്. ഈ ആനന്ദപ്രാപ്തിക്കാണ് ഇതിൽ പരിശ്രമിക്കുന്നത്. വിവേകികളെല്ലാം അങ്ങനെ തന്നെ പരിശ്രമിക്കും. അതെങ്ങനെ പരിശ്രമിക്കും? അത് ഗുരുക്കന്മാരെ കാണും, അവർ പറഞ്ഞു കൊടുക്കും, നീ ഇങ്ങനെയെല്ലാം ചെയ്ത് അങ്ങോട്ട് ജീവിച്ചോ. സേവ ചെയ്യാൻ പറഞ്ഞ എന്തിനാണെന്നറിയാം? പുണ്യം ഉണ്ടാവാനാണ്. ഈശ്വരപരമായി ജീവിക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് പുണ്യമാണ്. ആശ്രമ സേവ ചെയ്യുന്ന പുണ്യമാണ്. ഇങ്ങനെ ഈ പുണ്യകാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ് ഈ ശ്രവണവും ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞാൽ മാത്രം മതിയെന്ന് നമ്മുടെ ചിന്മയ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോടൊക്കെ. അത് തന്നെയാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു സാധനം വരുമെന്ന് പറഞ്ഞാൽ അതാരും നോക്കുന്നില്ല, ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാ ചെയ്യും? ഇപ്പം പ്രാരബ്ധവശാൽ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയല്ലേ. അതിലെന്തെങ്കിലും ആർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റും. ഇതാണ് ജീവിതം. പക്ഷെ അവർ പറയുന്നു അത് നടക്കട്ടെ, അത് ഒപ്പം ഇതുകൂടെ ചെയ്തോളൂ. ഇതെന്താണ്? ഇത് ജീവനെ ഉദ്ധരിച്ച് ആ ബ്രഹ്മപദത്തിൽ ചേർക്കുന്ന കാര്യമാണ്. മറ്റൊരു ജീവൻ അധപതിക്കുകയാണ്. കാരണം ഇനിയിപ്പം ആഗ്രഹങ്ങളെല്ലാം കൂടെ കൂടി വരുമ്പോൾ ചിലപ്പം അത് സാധിക്കാനായിട്ട് ഇനിയിപ്പം ചിലപ്പം വേറൊരു ശരീരം സ്വീകരിക്കേണ്ടി വരും. പശുവായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടൊക്കെ നിൽക്കുന്നതെല്ലാം ഓരോ ജീവന്മാരാണ്. കാരണം അതിന് അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ശരീരങ്ങൾ വരണതാണ്. ഇങ്ങനെയാണ് ജനനം. ഇത് കോടാനുകോടി ജന്മം എടുത്തു കഴിഞ്ഞെന്നാണ് ഇവർ പറയുന്നത്. കുഷയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇതിനകം കോടാനുകോടി ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞു. എത്ര ജന്മങ്ങളിൽ തിരിച്ചു നോക്കിയിട്ട് മഹത്തുക്കൾ പറഞ്ഞു. താണ്ഡവര സ്വാമി പറഞ്ഞു അദ്ദേഹത്തിന് 100 ജന്മം അദ്ദേഹം പുറകോട്ട് ചിന്തിച്ചിട്ട് പറഞ്ഞു, കേവലം 3 ജന്മമാണ് പോലും മനുഷ്യനായിട്ട് നിന്നത്. അതിൽ ആദ്യത്തെ ജന്മം പുരുഷനായിരുന്നു, രണ്ടാമത്തത് സ്ത്രീയായിരുന്നു, മൂന്നാമത്തത് പുരുഷനായി. ആ മൂന്നാമത്തെ ജന്മമാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ആത്മജ്ഞാനം ഉണ്ടായത് താണ്ഡവരായ സ്വാമികൾ. അപ്പോൾ 100 ജന്മത്തിൽ 3 ജന്മമാണ് അദ്ദേഹത്തിന് മനുഷ്യജന്മമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ബാക്കി എന്തായിരിക്കും ഗതി? ആലോചിച്ച് നോക്കും. ഇങ്ങനെ ഘോരമായ സമുദ്രത്തിൽ വീണ് പതിച്ച് നമ്മൾ കര കാണാതെ കൈകാലിട്ട് അടിക്കുന്ന ഒരു രീതിയാണ് ജീവിതം എന്ന് പറയുന്നത്. പേടിക്കണ്ട. നമ്മൾ സുരക്ഷിതമായിട്ട് ഗുരുക്കന്മാരെ പിടിച്ചു കഴിഞ്ഞു. അവർ നയിക്കുന്ന ആവിക്കപ്പലിൽ ഒരു ടിക്കറ്റ് എടുത്ത് കയറുന്നതിനാണ് അനുഷ്ഠാനം വാങ്ങിക്കാന്ന് പറയുന്നത്. മനസ്സിലായോ? അവൻ്റെ സത്യചിത്ത ആനന്ദത്തിൽ ആദ്യത്തെ ആ ഒരു ഭാഗം അതാണ് വാസ്തവത്തിൽ ഈ ലോകമായിട്ട് വിളങ്ങിയിരിക്കുന്നതെന്നാണ്. ഈ സച്ചിദാനന്ദം പൂർണ്ണമായി അറിയുന്നതാണ് ഞാൻ. സത്ത് എല്ലാവർക്കും അറിയാം.
ചേച്ചിക്ക് അറിഞ്ഞൂടെ ഞാനെന്ന് ചേച്ചി പറയുമോ? ഞാനുണ്ടോ ഇല്ലയോ? ആ ഞാൻ ആരാണ്? ഈ ദേഹമാണോ? ആ ഇന്ദ്രിയങ്ങളാണോ? മനസ്സാണോ? ബുദ്ധിയാണോ? ഏതാണോ? അത് ഞാനെന്ന് പറയുക. ഞാനെന്ന് പറയുമ്പോൾ അവിടെ ഒരു വിസ്മയിക്കുകയാണ്. വിസ്മയിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതൊന്നുമല്ല ഞാനെന്ന്. ഇതിനെല്ലാം അലൗകികമായ ഒന്നാണ് ഞാൻ. ഈ ഞാനെ അറിഞ്ഞാൽ മതി. ഞാൻ വാസ്തവത്തിൽ ഞാൻ ആത്മാവ് തന്നെ. പക്ഷെ ഇപ്പം നമ്മൾ ആ ഞാനിൽ ഈ ദേഹാദികളെ കലർത്തി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിലയ്ക്ക് ഇതൊരു അജ്ഞാനത്തിലിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞാനൊന്ന് പറഞ്ഞു തിരുന്നപ്പോൾ തന്നെ ഈ പറയുന്ന ഇതെല്ലാം വന്ന് അതിൽ കലർന്നു. പിന്നെ നമ്മൾ പെരുമാറുന്നത് ആലോചിച്ച ദേഹമാണെന്നുള്ള രൂപത്തിലാണ് ഈ പെരുമാറ്റം ഇതിൽ വരുന്നത്. വ്യവഹാരം നടക്കുന്നത് താൻ ദേഹമെന്നുള്ള രൂപത്തിലായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ദേഹമാണെന്നിരിക്കുന്ന ഈ നില തന്നെ അജ്ഞാനം. ഇതിനെ ഒന്ന് പരിവർത്തനപ്പെടുത്തിയാൽ അവർ പറയുന്നു താൻ ആത്മസ്വരൂപമാണെന്ന് അവർ പറഞ്ഞു. ഇങ്ങനെ ഏത് രൂപത്തിൽ അത് എടുക്കാൻ പറ്റും? അതിൽ പറഞ്ഞ് ശ്രവണമന്ന നിത്യാസനങ്ങൾ ചെയ്ത് സംസ്കരിച്ച് മനസ്സ് സംസ്കരിച്ച് വന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ. അതുവരെയ്ക്കും കേട്ട് കാതിൽ വെക്കാനേ പറ്റും. ഇതാണെന്നുള്ള രൂപത്തിൽ ഇതിനെപ്പോഴും ചിന്തിച്ച് ഇങ്ങനെ കഴിയാനേ പറ്റും. അങ്ങനെ കഴിയുന്നവർ തന്നെയാണ് ഇതിൻ്റെ പ്രാപ്തി അനുഭവിക്കുന്നത്. കണ്ടില്ലേ, ജനമഹാരാജാവിന് രാജവൽക്ക സ്വാമികൾ നിരന്തരം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ പോയി ഉപദേശം തുടങ്ങി. ഒരു പ്രാവശ്യം കയറി, 2 പ്രാവശ്യം വന്നു, 3 പ്രാവശ്യം വന്നു. രാജാവിന് വിളങ്ങുന്നില്ല ഇത് എന്താണെന്ന് എവിടെ പിടി കിട്ടുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ രാജാവ് ആലോചിച്ച് ഇതെന്തോന്ന് ഇദ്ദേഹം പറയണത്, ഒരു പിടിയില്ലല്ലോ. അങ്ങനെ സദസ്സ് വിളിച്ചു കൂട്ടി. സദസ്സിൽ ഈ പറഞ്ഞ നമ്മുടെ അഷ്ടാവക്ര മുനിയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. വലിയ സദസ്സാണ്. സത്സംഗ സദസ്സ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സദസ്സ്. അതിൽ ജനക മഹാരാജാവ് മാത്രം ഒരു അക്ഷരമിടാതെ ഇതിൻ്റെ നടുവിലിരിക്കും. ഒരു വാദപ്രതിവാദങ്ങളാണ്. ജനമഹാരാജ് എങ്ങനെ ഇരിക്കും? അതിങ്ങനെ കേട്ടോണ്ടിരിക്കും, ഇടാതിരിക്കും. ഇങ്ങനെ ഈ സദസ്സിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സാക്ഷി രൂപമായിട്ട് ഇരുന്ന് പഴകി. ഒടുവിൽ ഒരിക്കൽ ഒരു ദിവസം അദ്ദേഹം പൂന്തോട്ടത്തിൽ ഭാര്യമാരോടൊത്ത് പൂന്തോട്ടത്തിൽ ഒരു കസേരയിൽ ഇങ്ങനെ കിടന്ന് ആകാശം നോക്കി ഇങ്ങനെ കിടന്നതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്തയെല്ലാം ഈ ആത്മതത്വത്തെപ്പറ്റി ഗുരു പറഞ്ഞ കാര്യങ്ങളും ആ സാക്ഷിത്വവും, ഇങ്ങനെയാണ് സാക്ഷിത്വം, ഇത് തൻ്റെ സ്വരൂപമാണ്, ഇതെല്ലാം ഇങ്ങനെ അദ്ദേഹത്തിന് അറിയാവുന്ന വിധത്തിലൊക്കെ ചിന്തിച്ച് ഇങ്ങനെ കിടന്നു. പെട്ടെന്നാണ് ഞാനുണ്ടായത്. പരമാർത്ഥമാണ് വെളിവായി. അതിന് ഇദ്ദേഹത്തിന് എന്താണ് ഇദ്ദേഹം വച്ചു പുലർത്തിയെന്ന് ചോദിച്ചാൽ ജിജ്ഞാസ മാത്രമാണ്. ഇതിനെ അറിയണമെന്നൊരു ജിജ്ഞാസ വെച്ച് പുലർത്തിയപ്പോൾ ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായി. അതാണ് പറയുന്നത്. ഗുരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളിതിൽ എത്ര സിൻസിയർ ആണോ അതാണ് ഗുരു അനുഗ്രഹം. ഇതിനെ പറയാം ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്താൽ. വേറെ വിധത്തിൽ പറയും, ത്രികരണങ്ങളെ യോജിപ്പിച്ച് ചെയ്താൽ അല്ലേ, മനസ്സ്, വാക്ക്, പ്രവൃത്തി, ഇത് 3 കൂടെ യോജിപ്പിച്ച് ചെയ്ത് വരവേ ഇതിൻ്റെ പ്രാപ്തി പറയും. നമുക്കൊന്നും അതിനുള്ള ശക്തിയുള്ളവരല്ല. മനുഷ്യരാരും അതിന് ശക്തിയുള്ളവരല്ല. ഇത്ര വലിയ പ്രഗത്ഭനം എന്ന് പറഞ്ഞാലും ശക്തിയില്ല അവർ ഈ കാര്യത്തിൽ. പക്ഷേ ഇതിനെ ധരിച്ചുകൊണ്ട് അവരവർക്ക് ഒക്കുന്ന വിധത്തിൽ ഈ പറയുന്ന രൂപത്തിൽ ശ്രമിച്ചാൽ മാത്രം മതി, ഇത് നടക്കും. കാരണം ഇത് ചെയ്തു തരുന്നത് ഗുരുവാണ്, അല്ലെങ്കിൽ ഈശ്വരനും ഗുരു രണ്ടല്ല. ഈശ്വരൻ തന്നെയാണ് ഗുരുവായിട്ട് നിൽക്കുന്നത്. നമ്മുടെ സിൻസിയറിറ്റി. കാക്ക മുട്ടയെടുത്ത ഒരു കഥ ഓർമ്മയില്ലേ? ആ കാക്കയ്ക്ക് ഒരു കാലത്തും കടൽ ജലം വറ്റിച്ച് മുട്ടയെടുക്കാൻ പറ്റില്ല. പക്ഷേ എന്ത് വിചാരിച്ച് കാക്ക തളരാതെ ഇത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് നിന്നു. എത്രയോ അങ്ങനെ നിന്നപ്പോൾ എന്ത് പറ്റി? കാക്കയ്ക്ക് ഊണില്ല, ഉറക്കമില്ല, കാക്ക മൃതപ്രായമെന്നൊക്കെയാണ് ഉപനിഷത്ത് പറയുന്നത്. എന്നിട്ടും രാപകലില്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വരണഭഗവാൻ ഇത് കണ്ടത്. കഥയുടെ ഒരു രീതിയാണ്. കണ്ടുവന്നിട്ട് കാക്കയെ ക്വസ്റ്റ്യൻ ചെയ്തു, എന്താ നീ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ കാക്ക പറഞ്ഞു, നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പോകാനാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, എനിക്കിപ്പം നിങ്ങളൊരു ഡിസ്റ്റർബൻസാണ്, എന്നെ ഉപദ്രവിക്കേണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ മുട്ട എടുക്കണം, അത് എന്താ ആയിക്കോട്ടെ, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. നോക്കണം, ആ സിൻസിയറായിട്ട് നോക്കണം. ആ കാക്കയ്ക്ക് അറിഞ്ഞൂടാ, കാക്കയ്ക്ക് അത് ചെയ്യാൻ സാധ്യമല്ലെന്നുള്ള കാര്യം കാക്കയ്ക്ക് അറിഞ്ഞൂടാ. പക്ഷേ കാക്ക നിരന്തരം ഇത് ചെയ്തുകൊണ്ടേയിരുന്നു. പരമഭഗവാൻ തന്നെ ഇതെടുത്തു
കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ അനുഗ്രഹം വസ്തുതന്ത്രമായ ജ്ഞാനമായിട്ട് വരും. ഇത് ആ ഗുരുവിൻ്റെ അനുഗ്രഹം. അതിനുശേഷം അവർ ഗുരുവിനെ എടുത്ത് തലയെ വയ്ക്കും, അദ്ദേഹത്തിൻ്റെ മെതിയടി എടുത്ത് തലയെ വയ്ക്കും, എന്നിട്ട് അവിടെയൊക്കെ കിടന്ന് ഉരുളും. ഇതൊക്കെയാണ് അവർ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഈ അനുഭവം സിദ്ധിച്ചവരാരും തൻ്റെ കഴിവെന്ന് പറഞ്ഞല്ല അനുഭവം സിദ്ധിച്ചതിന് ശേഷം വന്നിരിക്കുന്നത്. ഇതെല്ലാം ആ ഭഗവാന്റെ അനുഗ്രഹം, ആ ഗുരുവിൻ്റെ അനുഗ്രഹം എന്നെല്ലാം പറഞ്ഞ് അവിടെ എല്ലാം കിടന്ന് ഉരുളുന്നതെന്നൊക്കെയാണ് ഇതിലെഴുതി വെച്ചിരിക്കുന്നത്. ഇതിനകത്തൊക്കെ നോക്കണം ചേച്ചി, അതിൻ്റെ ആ ഒരു ഭാവം നോക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അഹങ്കാരത്തോടു കൂടി ഇതിനെ സമീപിച്ച് ആർക്കും നേടാൻ പറ്റില്ല. എല്ലാം ആ ഈശ്വര സമർപ്പണ ബുദ്ധിയിൽ ദാസഭാവം പഴകണം, എളിമത്വം പഴകണം. എളിമത്വമാണ് ഇതിലേറ്റവും പ്രധാനം. അതെച്ചാൽ എനിക്ക് വലിയ ആളാണെന്നൊരു ഭാവം ഇതിലുണ്ടെങ്കിൽ ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമായിട്ട് ഇത് വരും. അതേസമയം പ്രത്യേകിച്ച് ഈശ്വരൻ എപ്പോഴും നമ്മളെ പിടിക്കുമെന്ന് ചോദിച്ചാൽ പറയുന്നു, നമ്മുടെ കഴിവെല്ലാം പോയാൽ ഇല്ലാതായാൽ മാത്രമേ ഈശ്വരൻ നമ്മളെ പിടിക്കൂ, അല്ലേ? ഒരു രക്ഷയ്ക്ക് ഈശ്വരൻ എപ്പോഴും വരും. ഭഗവാനെ എനിക്ക് ഒരു കഴിവുമില്ല. അവസാനം എല്ലാവരും ഒരു പേരെന്തിന് പാഞ്ചാലി ഭഗവാനെ വിളിക്കുന്നുണ്ട്, ഭഗവാൻ വരുന്നില്ല. ഒടുവിൽ 2 കൈയും അങ്ങോട്ട് പൊക്കിയേ ഭഗവാനെ എന്ന് വിളിച്ചോടനെ അദ്ദേഹം പറഞ്ഞ് മനസ്സിലായി തനിക്ക് ഒരു രക്ഷയില്ലെന്ന് വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഭഗവാൻ ഇവിടെ പ്രത്യക്ഷമാവുന്നത്. എന്തെങ്കിലും ഒരു കഴിവ് നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ സമർപ്പണം എങ്ങനെ ഇരിക്കണം. ഈ അഹങ്കാരം, ഞാനെന്നൊരു ഭാവം, അത് ഏതൊക്കെ പിടിച്ചും വരാം. ഞാൻ വലിയ പണക്കാരൻ, ഞാൻ വലിയ ജാതിയിൽ ഞാൻ വലിയ കൂടിയ ആളാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, എൻ്റെ അത്ര കഴിവുള്ളവരാരുമില്ല, ഏത് തരത്തിലെങ്കിലും ഒരു അഭിമാനം ഇതിൽ ഇങ്ങനെ നിൽക്കും. അത് തന്നെയാണ് അഹങ്കാരം. അതിന് ആ ദാസഭാവന പഴകുക. സത്യത്തിൽ ഞാനൊരു ദൃശ്യനാണ്, തൃണമാണ്. എന്നെ സംബന്ധിച്ച് ഒന്നും തന്നെ ഒരു കഴിവും ഇല്ലാത്ത ഒരു സാധാരണ എന്നുള്ള രൂപത്തിൽ ഇതിൽ ആ ഭഗവത് ചരണാംബുജത്തിൽ വന്ന് ഇരിക്കുന്ന രൂപത്തിലിരിക്കണം. ഹരിമസ്വാമി ഇരുന്നാണ്, ഹരിമസ്വാമി ഇരുന്നാണ്. ഇതെല്ലാം കഴിവുകളുണ്ട് ഹരിമസ്വാമിക്കല്ലേ. പക്ഷെ എപ്പോഴും ആ സീതാരാമന്മാരുടെ അടുത്ത് അദ്ദേഹം ആ പാദത്തിലിരിക്കുകയാണ് ദാസഭാവനയെ പറഞ്ഞത്. കാരണം ഒരിക്കലും ഈ അഹങ്കാരം ഇതിൽ നിന്ന് പോവില്ല. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമെന്ന് നമ്മുടെ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കും, ആദ്യമേ പറഞ്ഞു. അപ്പോൾ തോന്നായിക വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ ഞാനൊന്ന് ഭാവിക്കാതെ അതല്ല, ഇതിനകത്തുനിന്ന് ഒരഞ്ഞു പോകണം, ഇതിൻ്റെ ആ ശക്തി പോകണം. ശക്തി പോയി ആ എളിമത്വം, ലളിതമായിട്ടുള്ള ഇത് വരണം. അങ്ങനെ വരാൻ വേണ്ടി എത്തി. നമുക്ക് കഴിവില്ല അങ്ങനെയൊന്നും വരുത്താൻ, ഒരു മെക്കാനിക്കലായിട്ട് വരുത്താനൊന്നും പറ്റില്ല. സ്വാഭാവികമായി വരണമെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെ ഉണരണം. അതാണ് ഈശ്വരൻ്റെ മഹത്വത്തെ ഉണരണം, ഗുരുവിൻ്റെ മഹത്വത്തെ ഉണരണമെന്നൊക്കെ പറഞ്ഞ് ഇതിനെയാണ്. അതോടുകൂടി ഞാനെന്ന ഭാവം ഇല്ലാതെ പോകും, അഴിഞ്ഞു പോകും. അതുതന്നെയാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. ഈ ഭാവം ഇതിൽ മുഴച്ചാണ് ഇതിനെ മറച്ചിരിക്കുന്നത്. ഇതിനെ മറച്ചിരിക്കുന്ന വാസ്തവത്തിൽ ഞാനെന്ന ഭാവമാണ്. അത് തന്നെയാണ് ഈ അഹങ്കാരി ജീവൻ. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞ ചിതാഭാസൻ എന്നൊക്കെ പറഞ്ഞ ആൾ. ഇവൻ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ ചിതാഭാസൻ്റെ ലയം എന്നാണ് ഇവർ വേദം പറയുന്നത്. ഇതിൻ്റെ എങ്ങനെ ലയിക്കും എന്ന് ചോദിച്ചാൽ പറയുന്നു, ഈ തത്വത്തെ ഉണർന്നാൽ മതി. അതിന് എത്ര രീതിയിലാണ് ശാസ്ത്രം ഇതിനെ കൊണ്ടുപോകണമെന്നറിയാം. എല്ലാം കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനെ ഒരു യുക്തി നമുക്ക് വരുള്ളൂ. ആ ഒരു യുക്തി കൊണ്ട് ഇതിനെ നിരാകരിച്ച് നിൽക്കാനൊരു സാമർഥ്യമുണ്ട്. അത് പതുക്കെ നമ്മൾ കാക്ക മുട്ടയെടുത്തതുപോലെ ശീലിച്ചാൽ ഒരു പറയുന്നത് ഇതിൻ്റെ ഫലം ആ ഗുരു വന്ന് അനുഗ്രഹിക്കും, ശിരസിൽ തൊട്ടേനെ അനുഗ്രഹിക്കും. അങ്ങനെ ജാഗ്രത സ്വപ്നങ്ങൾക്കും സാക്ഷി എന്നും പറയുന്ന അത് സുലഭമായത്. എങ്ങനെയാണ് സുലഭമായത്? ലോകത്തിലെ അവസ്ഥ അനുഭവിക്കുന്ന പുരുഷൻ തന്നെ സാക്ഷിത്വവും കാണപ്പെടുന്നു. അങ്ങനെ ഇരിക്കെ അവസ്ഥാ സാക്ഷിത്വം അന്യനിൽ ഇരിക്കുന്നത് പോലെ ഇതുവരെ പറഞ്ഞത് എങ്ങനെയെന്ന് ആണെങ്കിൽ, ഈ അവസ്ഥയിലുള്ളവൻ അന്ധഃകരണത്തിൽ പ്രതിബിംബിച്ച ചൈതന്യാഭാസനാണ്. അവൻ പൊയ്യായവൻ, മിഥ്യ. അവന് ജീവൻ എന്ന് ചൊല്ലപ്പെടുന്നു. അവൻ സുഷുപ്തിയിൽ അന്ധഃകരണ ലയത്തിൽ നഷ്ടമായി പോകുന്നു. പോയി വിട്ടാൻ തമിഴാണ്.
ആയതിനാൽ അവൻ എങ്ങനെ സുഷുപ്തി സാക്ഷിയാകാൻ സാധിക്കും? മൂന്നവസ്ഥകൾക്ക് ഒരുവൻ മാത്രമേ ഇരിക്കണമെന്നത് വിധിയായിരിക്കുന്നതിനാൽ ബിംബസ്വരൂപിയായ ആത്മാവിന് സുഷുപ്തി സാക്ഷിത്വം പറയാൻ സാധിക്കുകയുള്ളൂ. അവനാണ് ജാഗ്രത സ്വപ്നങ്ങൾക്കും സാക്ഷി എന്ന് പറയുന്നത്. ഈ ജീവനക്കേറി സാക്ഷി എന്ന് പറഞ്ഞാലുള്ള കുഴപ്പം, ആ സാക്ഷിത്വം ജീവനിലുണ്ടെങ്കിലും സുഷുപ്തിയിൽ ലയമടഞ്ഞു പോയില്ലേ? സുഷുപ്തിയിൽ ജീവൻ ലയമടഞ്ഞു പോയി. കാരണം ആ അന്ധകരണത്തിൽ പ്രതിഫലിച്ച ജീവനാണത്. ആ പ്രതിഫലിച്ച ജീവൻ അന്ധകരണം ലയിച്ചതോടുകൂടി ഇല്ലാതായിപ്പോയി. അപ്പോൾ പിന്നെ എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ അതിനും സാക്ഷി, ആ ലയത്തിനും സാക്ഷിയായിട്ട് ഒരു ബൃഹത്തായ ഒരു സാക്ഷി, അതാണ് സാക്ഷിയായിട്ട് പറഞ്ഞത്. നമ്മുടെ അനുഭവമാണ് ഇത് പറയുന്നത്. ഇതിങ്ങനെ ആലോചിച്ചും ഇതിനെ ചിന്തിച്ചും ഇങ്ങനെ ജീവിതം ഇങ്ങനെ നയിക്കുന്നവരെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രാപ്തിയുണ്ട്. അതാണ് ഭഗവത് കാരുണ്യം എന്നൊക്കെ പറയുന്നത്. ജീവൻ വികാരിയായതിനാൽ അവന് സാക്ഷിത്വം ചേരുകയില്ല. ജീവൻ്റെ സ്വഭാവം എപ്പോഴും വികാരമാണ്. അതുകൊണ്ട് സാക്ഷിത്വം ജീവന് ചേരില്ല. ആത്മാവിനാണെങ്കിൽ അവൻ നിർവികാരി ആയതിനാൽ അവന് സാക്ഷിത്വം ചേരും. അതിൻ്റെ പ്രകൃതം തന്നെ നിർവികാരതയാണ്. ഈ ആത്മാവിൻ്റെ പ്രകൃതം തന്നെ നിർവികാരത്വം. അതെങ്ങനെയെന്നാൽ, ജീവൻ വികാരിയായത് എങ്ങനെയെന്നാൽ, ഞാൻ സുഖി ഞാൻ ദുഃഖി എന്ന് തുടങ്ങിയ വ്യവഹാരത്തിനാൽ അന്ധകരണ വൃത്തിയെ തന്നുടെ വൃത്തിയെപ്പോലെ ഭാവിക്കുന്നതിനാൽ വികാരത്വം കാണുന്നു. എന്നാൽ അവൻ വികാരിയായി തന്നെ ഇരുന്നാൽ ജീവൻ ഒഴിച്ച് അന്യമായ സാക്ഷിയാകുന്ന ആത്മാവ് ആര്? അവൻ്റെ ലക്ഷണം എന്ത്? അവൻ ഇരിക്കുന്നു എന്നതിന് പ്രമാണമേത്? അവനെ അറിയുന്നതിന് ഉപായമേത് എന്നാണെങ്കിൽ പറയാം, കേൾക്കുക. കാരണം ജീവനെ സാക്ഷിയായിട്ട് പറഞ്ഞാൽ ചേരാത്തതിന് കാരണം ജീവനെന്ന് വെച്ചാൽ വികാരമടയുന്ന ഒരു പ്രകൃതമാണ് അതിൻ്റെ. വാസ്തവത്തിൽ ജീവനല്ല വികാരമടയുന്നത്, അന്ധകരണമാണ്. ഈ അന്ധകരണത്തിൽ ശബളിതമായിരിക്കുന്ന ഈ ചൈതന്യം ഈ അന്ധകരണമായിട്ട് ചേർന്നില്ലെങ്കിലും അത് വികാരമടയുന്ന പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതെല്ലാം കൂടെ തപ്തായ പിണ്ഡം പോലെ ഇരിക്കുന്ന ഒരു നിലയാണ് ഈ ജീവത്വം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സുഷുപ്തിയിൽ അവൻ ഇല്ലല്ലോ, ഈ അന്ധകരണം ഇല്ലല്ലോ. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ ഇല്ല. അതായത് അന്ധകരണ വൃത്തിയെ തന്നുടെ വൃത്തിയെപ്പോലെ ഭാവിക്കുന്നതിനാൽ വികാരത്വം കാണുന്നു. ഏത്? ജീവൻ അന്ധകരണ വൃത്തിയെ തന്നുടെ വൃത്തിയായിട്ട് ഭാവിക്കുകയാണ്. ജീവൻ ഒഴിച്ച് അന്യമായ സാക്ഷിയാകുന്ന ആത്മാവ് ആര്? ഇത് പറയണം. ഈ ജീവൻ അല്ലെങ്കിൽ അതിനെ ഒഴിച്ച് വേറെ ആരാണ് ഇതിൽ സാക്ഷിയായിരിക്കുന്നതെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് അവൻ്റെ ലക്ഷണമെന്ത്? അവൻ ഇരിക്കുന്നത് എന്നതിന് പ്രമാണമേത്? അവനെ അറിയുന്നതിന് ഉപായമേത് എന്നാണെങ്കിൽ പറയാം, കേൾക്കുക. നിർവികാരിയായ കൂടസ്ഥനാണ് സാക്ഷി. അവൻ തന്നെയാണ് ആത്മാവ്. അവൻ ആകാശം പോലെ എങ്ങും വ്യാപിച്ചവൻ, സച്ചിദാനന്ദ സ്വരൂപൻ. അവനാണ് അന്ധകരണത്തിൽ ജീവരൂപമായി പ്രവേശിച്ചവനായിക്കൊണ്ട് സംസാരിയായിത്തീരുന്നു. ഇങ്ങനെയുള്ള പാരമാർത്ഥികമായ ആത്മവിഷയത്തിൽ സകല വേദങ്ങളും പ്രമാണമാണ് എന്നറിയുക. അവസ്ഥവാനായിരിക്കുന്ന ചിതാഭാസനായ ജീവൻ ഇപ്പോൾ ഉണർന്നിരിക്കുന്നതിന്, ഇപ്പോൾ സ്വപ്നം കാണുന്നതിന്, ഇപ്പോൾ അജ്ഞാനത്തിൽ മോഹിച്ച് സുഷുപ്തിയിൽ ലയിച്ചിരിക്കുന്നതിന്, ഇപ്പോൾ സുഖി, ഇപ്പോൾ ദുഃഖി, ഇപ്പോൾ ഉദാസീനൻ എന്നുള്ള ജീവൻ്റെ അവസ്ഥാഭേദങ്ങളെയെല്ലാം ചിത്രൂപമെന്ന് എവൻ അറിയുന്നുവോ അവനാണ് ആത്മാ. അവനാണ് അവസ്ഥാത്രയ സാക്ഷി എന്നറിയണം. ഇത് നമുക്ക് കുറച്ചുകൂടെ വിശാലമായിട്ട് ഒന്നുകൂടെ നിരൂപണം ചെയ്യണം.